السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. സഹോദരന്മാരെ, ആഴ്ചതോറും നടന്ന് വരാറുള്ള പഠന ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തു ചേർന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അവൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ശക്തിയും കരുത്തും അവന് നൽകുന്ന ഒരാത്മവിശ്വാസവും ആത്മബലവുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹു സഹായിക്കുമെന്നുള്ള ഉറച്ച നിലപാടും അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ കരുത്ത്, വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഈ ഒരു പ്രതീക്ഷ
അങ്ങനെ പ്രതീക്ഷയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിത പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മോചനവും ലഭിക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹു ആ കാര്യം നമ്മെ ഉണർത്തുന്നത് വദ്ഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഖൗഫൻ വതമഅ, ഭയപ്പാടോട് കൂടിയിട്ടായിരിക്കണം. വതമഅ, പ്രതീക്ഷയോട് കൂടിയിട്ടുമായിരിക്കണം. പിന്നെ പറയുന്ന കാര്യം ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ എന്നാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് മുഹ്സിനുകളായ നല്ലത് ചെയ്യുന്ന ആളുകളോട് വളരെ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ഭയപ്പാടോട് കൂടിയിട്ട് അള്ളാഹുവോട് ചോദിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള ആ പ്രതീക്ഷ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് ജീവിത പ്രയാസങ്ങളിലുള്ള നിരാശയും പൊറുതികേടും അക്ഷമയും ഒക്കെയുണ്ടല്ലോ, അത് അവിശ്വാസത്തിൻ്റെയും നിരാസത്തിൻ്റെയും ഭാഗമാണ്. ലാ തൈഅസൂ മിർ റൗഹില്ലാ, ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ആശ്വാസമുണ്ടല്ലോ, ആ ആശ്വാസത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ, അള്ളാഹു നൽകുന്ന ഈ ആശ്വാസത്തെ സംബന്ധിച്ചുള്ള നിരാശയുണ്ടാവുകയില്ല. ആർക്കല്ലാതെ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകൾക്ക് മാത്രമേ ഈ ഒരു അള്ളാഹു ജീവിതത്തിൽ നൽകുന്ന ഈ ആശ്വാസത്തെക്കുറിച്ചുള്ള നിരാശയുണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പം പ്രതീക്ഷ എന്ന് പറയുന്നത്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് വിശ്വാസമാണ് എങ്കിൽ, അള്ളാഹു ജീവിതത്തിൽ നൽകുന്ന ആശ്വാസത്തെയും തുറവിയെയും സംബന്ധിച്ചുള്ള നിരാശ എന്ന് പറയുന്നത് അവിശ്വാസവുമാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാനും സാധ്യമല്ല. ആ പ്രയാസം എന്ന് പറയുന്നതാകട്ടെ, പ്രതിസന്ധികൾ എന്ന് പറയുന്നതാകട്ടെ, ഏറ്റവും കടുത്ത വിശ്വാസമുള്ള ആളുകൾക്ക് ഏറ്റവും കടുത്ത പ്രതിസന്ധിയും പരീക്ഷണങ്ങളും ഉണ്ടാകും. വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മ അൽ അംസൽ ഫൽ അംസൽ. പ്രവാചകൻ പറയുകയാണ്, കടുത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ആർക്കാണ്? അത് പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാരാണ് ഏറ്റവും കടുത്ത പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ. പിന്നെ ആരാണ്? സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നീട് ഏറ്റവും നല്ല ആളുകൾ, പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ആളുകൾ. അപ്പം നല്ലവരായ ആളുകൾക്ക് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ, ഏറ്റവും നല്ലവർ പ്രവാചകന്മാരാണല്ലോ, ആ പ്രവാചകന്മാർക്കാണ് അശദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുബ്തല അർറജുലു അലാ ഹസ്ബി ദീനി. ഓരോ മനുഷ്യനും അവൻ്റെ ദീന് എത്രമാത്രം അവൻ്റെ ദീനനുസരിച്ച് കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നാണ്. എന്താ ദീനനുസരിച്ച് കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, എത്രമാത്രം ഈമാനും ഇസ്ലാമും അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് അവൻ്റെ പരീക്ഷണത്തിൻ്റെ ശക്തിയും കൂടും. ഫൈൻ കാന ഫീ ദീനിഹി സ്വൽബൻ ഇഷ്തദ്ദ ബലാഉഹു. ഒരാൾ ദീനിൽ വളരെ കടുത്ത നിലപാടുള്ള ആളാണ് എങ്കിൽ, ശക്തനായ വിശ്വാസിയാണ് എങ്കിൽ അയാളുടെ പരീക്ഷണവും വർദ്ധിക്കും. വൈൻ കാന ഫീ ദീനിഹി റിഖത്തൻ ഇബ്തല അലാ ഖദ്രി ദീനിഹി. ഇനി ഒരാളുടെ ദീന് അല്പം ലഘുവാണ് എന്ന് കരുതുക, ആ കടുപ്പം അയാളുടെ ദീനിനില്ല, അയാളുടെ വിശ്വാസത്തിന് ഇല്ല എങ്കിൽ ആ തോതനുസരിച്ച് കൊണ്ടായിരിക്കും അയാൾക്ക് പരീക്ഷണം ഉണ്ടാവുക. ഫമാ യബ്റഹുൽ ബലാ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർളി വമാ അലൈഹി ഖതിഅ. ഫമാ യബ്റഹുൽ ബലാ, ഓരോ വിശ്വാസിക്കും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ യത്റുകഹു യംശി അലൽ അർളി വമാ അലൈഹി ഖതിഅ. ഒരു പാപവും ബാക്കി നിൽക്കാത്ത വിധം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വിധത്തിൽ അവന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി അനുസരിച്ച് കൊണ്ടാണ് പരീക്ഷണത്തിൻ്റെ തോത് എന്നാണ്. വളരെ ദൃഢമായ വിശ്വാസമുള്ളവനാണ് എങ്കിൽ അത്ര കടുത്ത പരീക്ഷണം അവനുണ്ടാകും. വിശ്വാസത്തിൻ്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് കൊണ്ട് അവൻ്റെ പരീക്ഷണവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും കടുത്ത പരീക്ഷണമുള്ളത് പ്രവാചകന്മാർക്കാണ് എന്ന്. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് നോക്കുക. പ്രവാചകന്മാർക്ക് ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിലും അവർ കാണിച്ച അള്ളാഹുവിലുള്ള ആ പ്രതീക്ഷയും അള്ളാഹു ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസവും അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാനാകും. അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായത് മുതൽ, നാട് വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോയത് മുതൽ, അവസാനം തൻ്റെ മകനെയും കുഞ്ഞിനെയും വേറൊരു ഭാര്യയെയും മറ്റൊരിടത്ത് കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നത് മുതൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായത്. എന്നിട്ട് പ്രായം അവസാനം, ആ വാർദ്ധക്യത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന സമയത്തും അള്ളാഹു അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം നൽകുന്നില്ല, മക്കളെ നൽകുന്നില്ല. അദ്ദേഹം അള്ളാഹുവോട് ആ സമയത്തും വളരെ പ്രയാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു സന്താനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 2 അതിഥികൾ കടന്നു വരികയാണ്. അദ്ദേഹം അവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ടി വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി. പക്ഷേ വന്ന അതിഥികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് കൈവെക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നുകയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നു. നബ്ബിഉഹും അൻ ളൈഫി ഇബ്രാഹിം. ഇബ്രാഹിമിൻ്റെ അടുക്കൽ വന്ന ആ അതിഥികളെ കുറിച്ച് നീ പറഞ്ഞു കൊടുക്ക്. ഇത് ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല ഇന്നാ മിൻകും വജിലൂൻ. ആ അതിഥികൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു, അദ്ദേഹത്തിനും കുടുംബത്തിനും സലാം ചൊല്ലി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഈ വരവിൽ ഞങ്ങൾ ഭയമുള്ളവരാണ്, പേടിയുള്ളവരാണ്. ഖാലു, അപ്പോൾ വന്ന അതിഥികൾ പറഞ്ഞു, ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല,
നിങ്ങൾക്കിതാ ജ്ഞാനിയായ അറിവുള്ള ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഞാനിങ്ങനെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആ സമയമാണ്, അപ്പോഴാണോ നിങ്ങൾ ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയുമായി വന്നിട്ടുള്ളത്? ഖാലു, ആ വന്ന ആളുകൾ പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ, സത്യമായും ഞങ്ങൾ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നീ ഒരിക്കലും ഈ കാര്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രായം അങ്ങേയറ്റത്തെത്തി നിൽക്കുകയാണ്, അദ്ദേഹവും അങ്ങേയറ്റത്തെ പ്രായത്തിലെത്തി നിൽക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരോട് വന്ന ആളുകളോട് തിരിച്ചു ചോദിക്കുന്നതും അതാണ്. ആ സമയത്ത് വന്ന മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ്, അതിൽ നീ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന മറുപടി വിശുദ്ധ ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അദ്ദേഹം പറയുന്നത്, ഖാല വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം പറഞ്ഞു, വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി, റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആർക്കാണ് നിരാശയുണ്ടാവുക? ആര് മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക? ഇല്ലല്ലാല്ലൂൻ, വഴിപിഴച്ചു പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശയുണ്ടാവുകയുള്ളൂ. ഒരു വിശ്വാസിയാണ് എങ്കിൽ, ദൃഢമായ വിശ്വാസമുള്ള ആളാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും നിരാശയുണ്ടാവുകയില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറയുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം ആ സന്തോഷ വാർത്തയുമായി വന്ന ആളുകളോട് തിരിച്ചു പറയുന്നതാണിത്. വഴി തെറ്റിപ്പോയ ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിയാനം സംഭവിച്ച ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ നിരാശയുണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ആ സംഭവത്തിലേക്ക്, ചരിത്രത്തിലേക്ക് വന്ന് നോക്ക്. അദ്ദേഹത്തിൻ്റെ 2 മക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ആദ്യം യൂസുഫിനെ നഷ്ടപ്പെട്ടു. സഹോദരന്മാർ എവിടെയോ കൊണ്ടുപോയി ഒരു കിണറിലേക്ക് എറിഞ്ഞു. ഒരു വിവരവുമില്ല, എവിടെയാണ് കുട്ടിയുള്ളത്, എന്താണ് അവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അറിയുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് തൻ്റെ ഇളയ മകനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. വേദന, ആ വേദന തിന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ സഫാ അലാ യൂസുഫ് വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, യൂസുഫിൻ്റെ പേരിൽ അദ്ദേഹം സങ്കടപ്പെട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, ദുഃഖം കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കറുത്ത കണ്ണുകളൊക്കെ വെളുത്തുപോയി. അദ്ദേഹം ദുഃഖം കടിച്ചമർത്തിയാണ് ജീവിക്കുന്നത്. കാലു, ആ സമയത്തും അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തോട് എന്താ പറയുന്നത്? തല്ലാഹി തദ്കുറ യൂസുഫ ഹത്താ തകൂന ഹറലൻ ഔ തകൂന മിനൽ ഹാലികീൻ. അല്ല, ഇപ്പോഴും താങ്കൾ യൂസുഫിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും നിങ്ങൾ യൂസുഫിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ? യൂസുഫ് ഒന്നുകിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം, ഒരു നാശം സംഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ടും ആ യൂസുഫിനെ സംബന്ധിച്ച് ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് മക്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇന്നമാ അഷ്കു ബസ്രി വഹുദ്നി ഇലല്ലാഹ്. എൻ്റെ സങ്കടവും എൻ്റെ ദുഃഖവുമൊക്കെ ഞാൻ അള്ളാഹുവോട് മാത്രമാണ് പറയുന്നത്. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ മക്കളോട്, ഈ 2 മക്കളെയും നഷ്ടപ്പെട്ടിട്ടുള്ള ആ പിതാവ് തൻ്റെ ബാക്കിയുള്ള മക്കളോട് പറയുകയാണ്, യാ ബനിയ, മക്കളെ,
ഇദ്ഹബൂ, നിങ്ങൾ പോവുക, ഫതഹസ്സസൂ മിൻ യൂസുഫ വാഹി, നിങ്ങൾ പോയിട്ട് യൂസുഫിനെ കുറിച്ച് അന്വേഷിക്കണം, യൂസുഫിന്റെ സഹോദരനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. ആ യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുകയാണ്, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ആശ്വാസമുണ്ടല്ലോ, ആ ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹ്, അള്ളാഹു ജീവിതത്തിൽ നൽകുന്ന ഈ ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശയുണ്ടാവുകയില്ല. ആർക്ക് മാത്രമേ നിരാശയുണ്ടാവുകയുള്ളൂ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നിരാശയുണ്ടാവുകയുള്ളൂ എന്ന്. ഈ രണ്ട് പ്രവാചകന്മാരും പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ആ സഹായത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള നിരാശ ആർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്? അത് വഴിതെറ്റിപ്പോയ, വഴി പിഴച്ചു പോയിരിക്കുന്ന ആളുകൾക്കാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നതാകട്ടെ, അവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള നിരാശയുണ്ടാവുകയുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു എപ്പോഴെങ്കിലും സഹായിക്കും, ഏത് പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ശങ്കയും ഒരു സംശയവും ഉണ്ടാവുകയില്ല. ദൃഢമായ വിശ്വാസം അവർക്കുണ്ടാകും. ഇനി നമ്മൾ മഹാനായ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലേക്ക് വന്ന് നോക്കൂ. അവിടെ നമുക്ക് അദ്ദേഹം ഇതേപോലെ പറയുന്നത് നമുക്ക് കാണാനാകും. ഒരു നിർണായക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നാട് വിട്ട് ഓടിപ്പോകേണ്ടി വരികയാണ്. ഈജിപ്തിൽ നിന്ന് ഓടി അദ്ദേഹം തൊട്ടടുത്ത സ്ഥലമായ മദിയനിലെത്തുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത, ആരും അഭയം നൽകാനില്ലാത്ത, തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം ഓടി എത്തുന്നത്. അങ്ങനെ അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. എന്താണ്? ഒരു സംഘം ആളുകൾ, ഇടയന്മാരായ ആളുകൾ, അവരുടെ കാലികൾക്ക് വെള്ളം കൊടുക്കുകയാണ്. ആടുകൾക്കും പശുക്കൾക്കുമൊക്കെ വെള്ളം കൊടുക്കുകയാണ്. രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, സാധാരണ ഞങ്ങളുടെ പതിവ് ഇങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിൽ പിതാവ് പ്രായമായ ആളാണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. പുരുഷന്മാർ വെള്ളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ. അദ്ദേഹം ഇടപെട്ടു. എന്നിട്ട് ആ പെൺകുട്ടികളുടെ ആടുകൾക്ക് അദ്ദേഹം വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ നിർണായകമായൊരു സന്ദർഭമാണ്. എന്താ അദ്ദേഹം ചെയ്തത്? ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ഒരു തണലിലേക്ക് അദ്ദേഹം മാറി നിന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഈ ഒരു സമയത്ത് നീ എനിക്ക് എന്ത് സഹായമാണോ നൽകുന്നത്, ആ സഹായത്തിനൊക്കെ ആവശ്യമുള്ളവനാണ് ഞാൻ. നീ ഇപ്പോൾ എന്ത് സഹായം എനിക്ക് നൽകിയാലും ആ സഹായത്തിന് എല്ലാം ആവശ്യമുള്ളവനാണ് ഞാൻ എന്നാണ് അദ്ദേഹം അള്ളാഹുവോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. ആ പ്രതീക്ഷ കൈവടിയാത്ത അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നത്? നേരത്തെ വെള്ളം കൊടുത്ത ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവ് വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ചെയ്തു തന്ന കാര്യത്തിന് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി പിതാവ് വിളിക്കുന്നു. അദ്ദേഹം ആ പെൺകുട്ടിയുടെ കൂടെ പോയി. അവരിൽ ഒരാളെ ആടുമേക്കുന്നത് മഹർ നിശ്ചയിച്ചുകൊണ്ട് ആ പിതാവ് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ആരും സഹായിക്കാനില്ലാത്ത ആ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു അഭയം ലഭിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണത്. നീ എന്ത് സഹായം എനിക്ക് ചെയ്തു തന്നാലും ആ സഹായത്തിനൊക്കെ തന്നെ ആവശ്യമുള്ളവനാണ് ഈ നിർണായകമായ ഘട്ടത്തിൽ റബ്ബേ ഞാൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഈ ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഏതൊരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ല പ്രവാചകരെ, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദ് യുദ്ധത്തിന്റെ ദിവസം താങ്കൾക്കുണ്ടായതിനേക്കാൾ കടുത്ത പരീക്ഷണങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കുകയാണ്. ഉഹദിൽ പ്രവാചകന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള മർദ്ദനങ്ങൾ, പ്രവാചകന്റെ മുൻപല്ല് നഷ്ടപ്പെട്ടു പോയത്, അദ്ദേഹത്തിന് നേരെ ശത്രുക്കൾ അമ്പെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വലിയ പരീക്ഷണത്തിൻ്റെ ദിവസമായിരുന്നു അത്. ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കുന്നത് അതാണ്. ആ ദിവസം താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ കടുത്ത പരീക്ഷണം, വലിയ പരീക്ഷണം ജീവിതത്തിൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാൽ ലഖദ് ലഖീതു മിൻ ഖൗമിക മാ ലഖീത്. ആയിഷ, നിന്റെ ജനതയിൽ നിന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വകാന അശദ്ദു മാ ലഖീതു മിൻഹും യൗമൽ അഖബ, ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് അഖബ ദിവസത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പരീക്ഷണമാണ്. ഏതാണ് ഈ അഖബ ദിവസം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, ഒന്ന് അവിടുത്തെ പ്രപിതാവായിരിക്കുന്ന അബൂ താലിബ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ ബീവി. ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. പിന്നെ അദ്ദേഹത്തെ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും മക്കയിൽ ആളില്ലാതെ വരുന്ന ഒരു സന്ദർഭം, അദ്ദേഹം തൊട്ടടുത്ത പട്ടണമായ ത്വായിഫിലേക്ക് പോവുകയാണ്. ആ ത്വായിഫിൽ ചെന്നിട്ട് അവിടുത്തെ പ്രധാനികളെ കണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ത്വായിഫിലേക്ക് പോകുന്നത്. പ്രഗത്ഭരായ അവിടെയുള്ള ഗോത്ര പ്രമാണിമാരെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവരെ പ്രവാചകന്റെ ആ ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും കാലിലുമൊക്കെ മുറിവേറ്റു. അങ്ങനെ പ്രയാസത്തോടു കൂടിയിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഉഹദിൽ എനിക്ക് അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും കടുത്ത പരീക്ഷണം എനിക്കുണ്ടായത് ഈ ഒരു ദിവസത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് ഇങ്ങനെ മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു. അദ്ദേഹം മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കുമ്പോൾ അതാ ഫൈദാ ഫീഹാ ജിബ്രീൽ, ആ മേഘങ്ങളിൽ ജിബ്രീലിനെ അദ്ദേഹം കാണുന്നു. ഫനാദാനി, ജിബ്രീൽ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്നല്ലാഹ ഖദ് സമിയ ഖൗല ഖൗമിക ലക, നീ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ആളുകൾ പറഞ്ഞിട്ടുള്ള വർത്തമാനം എന്താണ് എന്നുള്ളത് തീർച്ചയായും പടച്ചതമ്പുരാൻ കേട്ടിരിക്കുന്നു. വമാ റദ്ദു അലൈക്, എങ്ങനെയാണ് അവർ താങ്കളോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യവും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അള്ളാഹു മനസ്സിലാക്കിയിരിക്കുന്നു. വഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാൽ ലിതഅ്മുറഹു ബിമാ ശിഅത ഫീഹിം. ജിബ്രീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇതാ അള്ളാഹു മലക്കിനെ നിയോഗിച്ചിരിക്കുകയാണ്, മലകളുടെ മലക്കിനെ നിയോഗിച്ചിരിക്കുകയാണ്. നീ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്ന കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇതാ അള്ളാഹു ഇങ്ങനെ മലക്കിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഫനാദാനി മലക്കുൽ ജിബാൽ, പ്രവാചകൻ പറയുകയാണ്, മലക്കുൽ ജിബാൽ, ആ മലകളുടെ മലക്ക് എന്നെ വിളിച്ചു. ഫസല്ലമ അലയ്യ, എന്നോട് സലാം പറഞ്ഞു. സുമഖാൽ, പിന്നെ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്
فقال ذلك فيما شئت إن شئت أن أطبق عليهم الأخشبين. നീ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, നീ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ, ഇവിടെ കാണുന്ന ഈ 2 മലകളുണ്ടല്ലോ, ആ 2 മലകളും ഈ ത്വായിഫ് നിവാസികളുടെ മേൽ മറിച്ചിടാൻ നീ കൽപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം, ആ ജനതയെ സംബന്ധിച്ച് ആ പ്രവാചകന് ഒരു പ്രതീക്ഷ, അള്ളാഹുവിനെ സംബന്ധിച്ച് അപ്പോഴും ഒരു പ്രതീക്ഷ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മലകൾ ഈ ത്വായിഫ് നിവാസികളുടെ മേൽ മറിച്ചിട്ടിട്ട് അവരെ ഒന്നടങ്കം നശിപ്പിക്കണം എന്നല്ല പ്രവാചകൻ പറയുന്നത്. പിന്നെ എന്താ പ്രവാചകൻ പറയുന്നത്? ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദ ലാ ശരീക ബിഹി ശൈആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ജനങ്ങളുടെ അടുത്ത തലമുറയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹു കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് അവരുടെ മേൽ ശിക്ഷ ഇറക്കേണ്ടതില്ല, അവരെ ശിക്ഷിക്കേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചക ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണമായി, ഏറ്റവും വലിയ പ്രതിസന്ധിയായി പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യമാണ്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് പറയുന്നത് എന്താ? ഈ തലമുറ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിലും ശരി, അടുത്ത തലമുറയിൽ നിന്ന് അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത ഒരു തലമുറയെ അള്ളാഹു ഉണ്ടാക്കിയേക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇങ്ങനെ പ്രവാചകന്മാരുടെ മുഴുവനും ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇവിടെ പറഞ്ഞതുപോലെ അശദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് ആർക്കാണ്? അത് പ്രവാചകന്മാർക്കാണ് എന്നാണ്. പിന്നെ ആർക്കാണ്? ഏറ്റവും നല്ല ആളുകൾക്ക്, പിന്നെ ഏറ്റവും നല്ല ആളുകൾക്ക്, സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകൾക്ക്, വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട്, ദീനിൻ്റെ തോതനുസരിച്ചുകൊണ്ട് പരീക്ഷണങ്ങളുടെ വ്യാപ്തിയും അതിൻ്റെ ശക്തിയും വർദ്ധിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠവും അത് തന്നെയാണ്. സ്വാലിഹീങ്ങളായ, സജ്ജനങ്ങളായ, നല്ലവരായിരിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിലൊക്കെ അടിപതറാതെ നിന്നാൽ, ആ പരീക്ഷണങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ വിശ്വാസം കൊണ്ട് തരണം ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായ സംതൃപ്തി, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന കാരുണ്യം, ജീവിതത്തിലെ ഏത് പ്രയാസത്തെയും ഏത് പ്രതിസന്ധിയെയും വിശ്വാസപൂർവ്വം നേരിട്ടാൽ ലഭിക്കുന്ന ആ ആശ്വാസം, അത് നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അതാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരൊരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ഭർത്താവ് അബൂ സലമ, അവർ മരണപ്പെട്ടു പോയി. അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സംഭവവും തുടർന്നുണ്ടാകുന്ന ഒരു സംഭവവുമാണ് അവർ വിശദീകരിച്ചു തരുന്നത്. ഉമ്മു സലമ പറയുകയാണ്, ലഖദ് ഒരു ദിവസം എൻ്റെ ഭർത്താവ് അബൂ സലമ അതാനി അബൂ സലമ യൗമൻ മിൻ ഇൻദി റസൂലില്ലാഹ്, ഒരു ദിവസം അബൂ സലമ പ്രവാചക സദസ്സിൽ നിന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഖദ് സമീഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ സുരിർതു ബിഹി, ഞാൻ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ഒരു വാക്ക് കേട്ടു, അത് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷമുണ്ടാക്കി. അബൂ സലമ ഉമ്മു സലമയോട് പറയുകയാണ്. എന്താണ് ആ കാര്യമെന്നല്ലേ? അദ്ദേഹം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഉമ്മു സലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യുസീബു അഹദൻ മിനൽ മുസ്ലിമീന മുസീബ ഫയസ്തർജിഉ ഇൻദ മുസീബതിഹി സുമ്മ യഖൂൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, ആ വിശ്വാസിയായ മനുഷ്യന് എന്തോ ഒരു മുസീബത്ത്, ജീവിതത്തിൽ ഒരു മുസീബത്ത്, ഒരു ആപത്ത് സംഭവിക്കുകയാണ്. ആ ആപത്ത് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടുന്നത് നമുക്കറിയാം. വല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ, ദുരന്തമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ വിശ്വാസികൾ അങ്ങനെ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഇവിടെയും അബൂ സലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, ആ പ്രയാസമുണ്ടായ സമയത്ത് അയാൾ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി,
വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ ഫുഇല ദാലിക ബിഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ വിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അല്ലാഹുവേ എൻ്റെ മുസീബത്തിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണമേ. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ നൽകുകയും ചെയ്യണമേ. ഇല്ലാ ഫുഇല ദാലിക ബിഹി, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ ആ പറഞ്ഞ കാര്യം അയാൾക്ക് കിട്ടാതിരിക്കുകയില്ല, അതിനേക്കാൾ ഉത്തമമായത് അയാൾക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അബൂ സലമ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഉമ്മു സലമ പറയുകയാണ്, ഫഹഫിളതു ദാലിക മിൻഹു, അബൂ സലമ ഇത് പറഞ്ഞപ്പോ ഞാനത് മനഃപ്പാഠമാക്കി. ഫലമ്മാ തൂഫി അബൂ സലമ, കുറച്ചു കാലം കഴിഞ്ഞു, അബൂ സലമ മരണപ്പെട്ടു. അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഇസ്തർജഅതു വഖുൽതു, അബൂ സലമ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ പ്രാർത്ഥന പറഞ്ഞു, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹു, അല്ലാഹുവേ എൻ്റെ മുസീബത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ, അദ്ദേഹത്തെക്കാൾ നല്ലത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നീ എനിക്ക് നൽകണമേ എന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനഃപ്പാഠമാക്കിയതുപോലെ പറഞ്ഞു. സുമ്മ റജഅതു ഇലാ നഫ്സി, പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. ഫഖുൽതു മിൻ ഐന ലി ഖൈറും മിൻ അബീ സലമ, പിന്നെ അവർ പറയുകയാണ്, ഞാൻ സ്വന്തം എൻ്റെ നഫ്സിനോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എന്നാ എനിക്ക് കിട്ടുക? നല്ല ഒരു ഭർത്താവാണ് അബൂ സലമ. ഉമ്മു സലമ പറയുകയാണ്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണമേ എന്നാണല്ലോ പ്രാർത്ഥന, ഈ അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? അവർ സ്വയം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഫലമ്മൻ ഖലത് ഇദ്ദതി, അങ്ങനെ എൻ്റെ ഇദ്ദയൊക്കെ അവസാനിച്ചു. ഭർത്താവ് മരണപ്പെട്ടാൽ സ്ത്രീകൾ സ്വാഭാവികമായും ആചരിക്കേണ്ടുന്ന ഇദ്ദ, ആ ഇദ്ദയുടെ കാലം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. എന്താണത്? ഇസ്തഅദന അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. വ അന ഉദ്ബിഉ ഇഹാബല്ലി, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോല് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഊറക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തോല്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നു. ഫഅസ്വൽതു യദി മിനൽ ഖർലി വഅദിൻതു ലഹു, ഞാൻ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീട്ടിലേക്ക് കടന്നു വരുന്നതിനുള്ള അനുവാദം നൽകി. ഫവളഅതു ലഹു വിസാദ, എന്നിട്ട് പ്രവാചകൻ ഇരിക്കാൻ ഞാൻ ഒരു തലയണ കൊടുത്തു. അതിൻ്റെ ഉള്ളിലെ ഈ ഈത്തപ്പഴത്തിൻ്റെ ചോറ് നിറച്ചിട്ടുള്ള, അതിൻ്റെ ലീഫ്, അതിൻ്റെ ഓലകളൊക്കെ നിറച്ചിട്ടുള്ള ഒരു തലയണയാണ് വീട്ടിലുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇരിക്കാൻ കൊടുത്തു. ഫഖഅദ അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മേലെ ഇരുന്നു. ആ തലയണയിൽ ഇരുന്നിട്ട് ഫഖതബനി ഇലാ നഫ്സി, പ്രവാചകൻ എന്നോട് വിവാഹ അന്വേഷണം നടത്തി. അബൂ സലമ മരണപ്പെട്ട ഇദ്ദ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഉമ്മു സലമയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരോട് വിവാഹാലോചന നടത്തുകയാണ്. എന്താ അവർ പ്രാർത്ഥിച്ചിരുന്നത്? ഇതിനേക്കാൾ നല്ലത് നീ എനിക്ക് നൽകണമേ എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. ഉമ്മു സലമ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് വിവാഹാലോചന നടത്തി. വലമ്മാ ഫറഅ മിൻ മഖാലതിഹി ഖുൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ബി അല്ലാ യകൂന ബിക അർറഗ്ബ വലാകിന്നി ഇംറഅ ഫീ ഗിറത്തിൻ ശദീദ. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നിൽ എന്താണ് താങ്കൾക്ക് താല്പര്യമുണ്ടാകാൻ കാരണം? എന്താണ് താങ്കൾക്ക് എന്നോട് ആഗ്രഹമുണ്ടാകാനുള്ള കാര്യം? പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കൊരു ദുസ്വഭാവമുണ്ട്. എന്താണ് ആ ദുസ്വഭാവം എന്നല്ലേ? ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഫഖാഫു അൻ തറാ മിന്നി ഷൈഅൻ യുഅദ്ദിബുനില്ലാഹു ബിഹി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവാചകനോട് എന്തെങ്കിലും ഒരു അനുസരണക്കേടുണ്ടാകും, അല്ലെങ്കിൽ പ്രവാചകനോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പെരുമാറിയാൽ അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അവർ പ്രവാചകനോട് പ്രതിവചിക്കുന്നത്. വനംറാത്തുൻ ഖദ് ദഖൽതു ഫിസ്സിന്നി, അത് മാത്രമല്ല ഞാൻ പ്രായമേറിയ ഒരു സ്ത്രീയാണ്. ഒരു ഭർത്താവിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഞാൻ ആ പ്രായത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. വനദാത്തു അയ്യാൽ,
എനിക്കാണെങ്കിൽ മക്കളുണ്ട്, കുട്ടികളുണ്ട്, അബൂ സലമയിൽ നിന്നുള്ള മക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉമ്മു സലമ പ്രവാചകനോട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അമാമാ ദകർതി മിനൽ ഗൈറ ഫസൗഫ യുദ്ഹിബുഹുല്ലാഹ്. നീ നിനക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ദേഷ്യം ഒരു പക്ഷേ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കിയേക്കാം. അല്ലെങ്കിൽ വമാമാ ദകർത മിനസ്സിന്നി, നിനക്ക് പ്രായമായി എന്നാണല്ലോ നീ പറയുന്നത്, ആ പ്രായമായി എന്ന് പറയുന്ന കാര്യമോ ഖദ് അസാബനി മിസ്ലല്ലദീ അസാബക്, നിനക്ക് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതേപോലെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും പ്രായമായ ആളാണ്. അമാമാ ദകർതു മിനൽ ഇയാൽ ഫഇന്നമാ ഇയാലുകി ഇയാലി, നീ കുട്ടികളുണ്ട്, പ്രാരാബ്ധമുണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ കുട്ടികൾ എന്ന് പറയുന്നത്, നിന്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമായി ഞാൻ പരിഗണിക്കും. പ്രവാചകന് ഒരു ഭാര്യയോടുള്ള താല്പര്യമല്ല, പ്രായത്തിലെത്തി നിൽക്കുകയാണ് പ്രവാചകനും ഉമ്മു സലമയും. പിന്നെ എന്താ, ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്കും അവരുടെ കുടുംബത്തിനും ഒരു സംരക്ഷണം നൽകുക എന്നുള്ള രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹാന്വേഷണം നടത്തുന്നത്. കാലത്ത്, എന്നിട്ട് ഉമ്മു സലമ പറയുകയാണ്, ഫഖദ് സല്ലംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതിന് ഞാൻ അനുവാദം നൽകി, പ്രവാചകന് ഞാൻ സമ്മതം നൽകി. ഫതസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഉമ്മു സലമയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഫഖാലത്ത് ഉമ്മു സലമ ബഅദ്, പിന്നെ ഉമ്മു സലമ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഉമ്മു സലമ എന്താ പറയുന്നത്, അബ്ദലനി അല്ലാഹു ബി അബീ സലമ ഖൈറൻ മിൻഹു, നേരത്തെ പറഞ്ഞല്ലോ വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹു, അതിനേക്കാൾ നല്ലത് നീ എനിക്ക് നൽകണമേ എന്നാണല്ലോ പ്രാർത്ഥന. അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടുക എന്ന് ചോദിച്ചിരുന്ന ഉമ്മു സലമ പിന്നീട് പറയുകയാണ്, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, അവര് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം, അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, പടച്ചവനെ എൻ്റെ ഈ മുസീബത്തിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണമേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ ഉത്തമമായത് എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് നൽകണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുഇല ദാലിക ബിഹി, ആ പറഞ്ഞ കാര്യം അല്ലാഹു കൊടുക്കുമെന്നാണ്. ആ കൊടുക്കുമെന്ന പറഞ്ഞ ആ കാര്യം യാഥാർത്ഥ്യമാകുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് വിശ്വാസത്തിൻ്റെ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ആ പ്രാർത്ഥനയുടെയും ആ വിശ്വാസത്തിൽ നിന്നും ഉണ്ടാകുന്ന, അതിൽ നിന്ന് ലഭിക്കുന്ന അത് മുഖേനയുണ്ടാകുന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ആ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക, ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി, വിശ്വാസികളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ സന്ദർഭത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ചില മനുഷ്യന്മാരെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അവരുടെ സ്വഭാവം എന്നല്ലേ, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ചില മനുഷ്യന്മാരുണ്ട്, അവരെങ്ങനെയാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഒരറ്റത്ത് നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരറ്റത്ത്, എന്താ അറ്റത്ത് നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിയാൽ വല്ലാത്ത സമാധാനമാണ് അവന്. എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതുകൊണ്ട് അവൻ സമാധാനമടിയും. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാലോ, നേരിയ ഒരു പരീക്ഷണമുണ്ടായാൽ അവൻ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. ആ ഇബാദത്തിന്റെ മാർഗത്തിൽ നിന്ന്, വിശ്വാസത്തിന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ മാർഗത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോകും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അതോടുകൂടിയിട്ട് അവന്റെ ദുനിയാവ് അവന് നഷ്ടപ്പെടും, ആഖിറവും അവന് നഷ്ടപ്പെടും. കണ്ടിട്ടില്ലേ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നിരാശത്തിലേക്ക് പോകുന്ന ആളുകൾ, നിരാശയിലേക്ക് പോകുന്ന ആളുകൾ, ജീവിതം അങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്ന ആളുകൾ, അവർക്കൊന്നും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവനെ സംബന്ധിച്ചുള്ള ആ പ്രതീക്ഷയില്ല എന്ന. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലോ
ഇങ്ങനെ ജീവിതത്തിലെ നിസ്സാരമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഒരിക്കലും തന്നെ അയാൾ പിറകോട്ട് പോകുമായിരുന്നില്ല. ദുനിയാവ് നഷ്ടപ്പെടുന്നു, ആഖിറവും നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടാലോ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ദുനിയാവ് നഷ്ടപ്പെടുന്നു, ജീവിതം അവസാനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഇനി പരലോകത്ത് വരുന്ന സമയത്തോ ആ നിരാശയുടെ പേരിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരലോകവും അയാൾക്ക് നഷ്ടപ്പെടുന്നു. അതിനേക്കാൾ വലിയ നഷ്ടം എന്താണ് അയാളുടെ ജീവിതത്തിലുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൃഢമായ ബോധ്യത്തോടു കൂടി അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ, അള്ളാഹു ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പടച്ചവനോട് ചോദിക്കാനും പടച്ചവനോട് പ്രാർത്ഥിക്കുവാനും പടച്ചവനിൽ വിശ്വസിക്കുവാനും അർത്ഥിക്കുവാനുമുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ വിശ്വാസം, നമ്മുടെ വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്നത്. നിരാശ എന്ന് പറയുന്നത് ആ നിരാശയുടെ ഭാഗമായിട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ച് ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ്, ഒരടിമക്ക് അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഒരടിമക്ക് അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. മാലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിയത്തി റഹ്മിൻ, അവന്റെ പ്രാർത്ഥന ഒരു പാപത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകാൻ പാടില്ല. ഒരു പാപകരമായ ഒരു കാര്യം അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകരുത്. കുടുംബബന്ധം മുറിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയുമല്ല എങ്കിൽ അവന് പടച്ച തമ്പുരാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. മാലം യസ്തഅജിൽ, പ്രവാചകൻ പറഞ്ഞു, അവൻ ധൃതി കാണിക്കാതിരുന്നാൽ, തിരക്ക് കൂട്ടാതിരുന്നാൽ, പ്രാർത്ഥനയിൽ അവൻ തിരക്ക് കൂട്ടാതിരുന്നാൽ അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ, എന്താ പ്രാർത്ഥനയിലുള്ള ഇസ്തിഅജാലി എന്ന് പറഞ്ഞാൽ, തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ വിശദീകരിച്ചു, യഖൂലു ദഅഉതു വഖദ് ദഅഉതു, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എത്ര കാലമായി ഞാൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എത്ര കാലമായി ഞാൻ പടച്ചവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് അള്ളാഹ് ഉത്തരം നൽകുന്നത് കാണാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് അയാൾ ജീവിതത്തിൽ നിരാശ ബാധിക്കുകയും പ്രാർത്ഥന തന്നെ പിന്നെ അള്ളാഹിനോട് ചോദ്യം വേണ്ട, അള്ളാഹുവോട് ചോദിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ എല്ലാ പ്രാർത്ഥനകളും ഉപേക്ഷിക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഇസ്തിഅജാൽ എന്ന് പറഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു പക്ഷേ അള്ളാഹു നമുക്ക് മോചനം ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കാം വിധിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പടച്ചവനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് ഖൈറുണ്ടാവുകയില്ല, നമ്മൾ ഖൈറാണ് എന്ന് കരുതുന്ന ഒരു കാര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് ദോഷവും ഉണ്ടായേക്കാം. അതിൻ്റെയൊക്കെ അന്തിമമായ തീരുമാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു നിരാശ വേണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ആ കാര്യം ഉണർത്തുകയും ചെയ്തു. വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ, ഈമാനോട് കൂടിയിട്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ നിന്റെ അടുക്കൽ വന്നിട്ട് എന്നെ കുറിച്ച് ചോദിച്ചാൽ, അഥവാ പ്രവാചകന്റെ അടുക്കൽ വന്ന് അള്ളാഹുവെ കുറിച്ച് ചോദിച്ചാൽ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫൈന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, അവരെന്നോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, അവരെന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. പക്ഷേ രണ്ട് ഷർത്തുകൾ പറയുന്നു, രണ്ട് ഉപാധികൾ പറയുന്നു. എന്താണ് ആ രണ്ട് ഉപാധികൾ? ഫൽയസ്തജീബൂലി, ഒന്ന് അവർ എൻ്റെ ആഹ്വാനം ശ്രദ്ധിക്കട്ടെ. എന്താ പടച്ചോൻ പറഞ്ഞത്? എന്താ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം? ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ഉത്തരം നൽകട്ടെ.
അങ്ങനെ ഒരു വ്യാഖ്യാനം. അതല്ല ഫൽ യസ്തജീബൂലി, അവർ എന്നോട് ചോദിക്കട്ടെ എന്നുള്ള മറ്റൊരു വ്യാഖ്യാനം. ഏതായിരുന്നാലും ശരി, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ആ അള്ളാഹു ചോദിക്കുന്നതിന് നമ്മൾ മറുപടി നൽകുകയും, എന്താണോ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകുക അള്ളാഹുവിന്. അതുപോലെ തന്നെ വൽ യുഅ്മിനൂ ബി, എന്നിൽ അവർക്ക് വിശ്വാസമുണ്ടാവുകയും ചെയ്താൽ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ വിശ്വാസം വേണമെന്ന. ഞാൻ ചോദിച്ചാൽ അള്ളാഹു തരും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു എന്നെ സഹായിക്കും. ഏത് വിഫൽഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, ആ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അള്ളാഹുവോട് ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായും പടച്ച തമ്പുരാന്റെ സഹായമുണ്ടാകും. ലഅല്ലഹും യർശുദൂൻ, അവർ നേർമാർഗത്തിലേക്ക് വഴികാണിക്കപ്പെടുകയും ചെയ്തേക്കാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, അത് വലിയ പ്രതിസന്ധികളാണ് എങ്കിലും ശരി, ജീവിതത്തിലെ നേരിയ പ്രതിസന്ധികളാണ് എങ്കിലും ശരി, ആ പ്രതിസന്ധികളിൽ അള്ളാഹുവോട് ചോദിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നല്ലത് ചെയ്യുന്ന ആളുകളുടെ സമീപത്ത് തന്നെയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്, അവരോടൊപ്പം തന്നെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുക തന്നെ ചെയ്യും. വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവെ സമീപിക്കുക, അള്ളാഹുവോട് സദാ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസലാമുൻ അലാ ഇബാദിഹിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.